ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്ലോറിലും ബാത്റൂമിലുമുള്ള അഴുക്കും വഴുവഴുപ്പും നല്ല രീതിയിൽ മാറ്റുന്നതിനും അതുപോലെ ഫർണിച്ചർ, ഊണുമേശ, തറയിലുള്ള അഴുക്കും പ്രാണികളും ഉറുമ്പ് ശല്യവുമൊക്കെ തീർത്തും മാറ്റുന്നതിനും തുരുമ്പ് കറ മാറുന്നതിനുമൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഓർഗാനിക്കായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ക്ലീനറാണ്. വീട്ടിലുണ്ടാക്കുന്ന ഈ ക്ലീനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമും തറയും ഒക്കെ കണ്ണാടി പോലെ തിളങ്ങും, അതുപോലെ വൃത്തിയുമാകും. ദുർഗന്ധവും കീടാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്ലീനറിൻ്റെ ആദ്യത്തെ ചേരുവയാണ് ആര്യവേപ്പില. നമ്മുടെ വീട്ടിൽ ആര്യവേപ്പില ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ ശേഖരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇലകൾ നമുക്ക് വേണമെങ്കിൽ ഉണക്കിയും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പച്ചയായിരിക്കും കൂടുതലായിട്ടും എഫക്റ്റീവായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നിന് കൂടുതൽ വീര്യം കൊടുക്കുന്നത് പച്ച ഇലകളാണ്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ഇലകൾ ശേഖരിക്കുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കീടനാശിനിയായിട്ടും അതുപോലെ തന്നെ ആയുർവേദത്തിൽ മരുന്നുകളായിട്ടും ഉപയോഗിക്കുന്ന ഒരു ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ ശേഖരിച്ച് കഴിഞ്ഞു. ഇനി ഈ ഇലകൾ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു കത്തിയോ കത്രികയോ എല്ലാം ഉപയോഗിച്ച് ഇതിൻ്റെ ഇലകൾ ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കാനൊക്കെ മിക്സിയിൽ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കയ്പുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഇത് മിക്സിയിലൊന്നും വെച്ചിട്ട് അരയ്ക്കരുത്. ഇത് ചതച്ചെടുക്കേണ്ടതായിട്ട് വന്നാൽ നമ്മൾ ഉപയോഗിക്കാത്ത അരകല്ലിൽ വെച്ച് ചതച്ചെടുക്കുകയാവാം. അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ സത്ത് വെള്ളത്തിലേക്ക് കലരണം. ഇതിനായിട്ട് ഒരു പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഇല കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാത്രത്തിൻ്റെ ഏകദേശം കുറച്ചെങ്കിലും വറ്റി കഴിയണം. ഒരു അരഭാഗത്തോളം നന്നായിട്ട് സത്തിറങ്ങുന്ന ആ ഒരു സമയത്തോളം ഇത് തിളയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റു ചില ചേരുവകൾ കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചേരുവകളാണത്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് വേണ്ടുന്നത് നാരങ്ങയാണ്. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ടുള്ള നാരങ്ങ വേണമെന്നില്ല. കുറച്ച് വാടിപ്പോയത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് മുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള തോടുകളാണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ ഒപ്പം 1-2 ഉണങ്ങിയ നാരങ്ങ കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നാരങ്ങ എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പ്രതലങ്ങളൊക്കെ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നാരങ്ങയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ദുർഗന്ധം മാറുന്നതിനും കറ മാറുന്നതിനുമൊക്കെ വളരെ നല്ല ഒന്നാണ്. അപ്പോൾ മിക്കവാറും ഒക്കെ എല്ലാവിധ ക്ലീനറുകളിലും, ഇപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള ക്ലീനറുകളിലും നാരങ്ങ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഈ തവിയിൽ ഏകദേശം പകുതിയോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാരങ്ങയെ പോലെ തന്നെ ഉപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തുരുമ്പിൻ്റെ കറ മാറ്റുന്നതിനും ദുർഗന്ധം മാറ്റുന്നതിനും ബാക്ടീരിയ പോലെയുള്ള കീടാണുക്കളെ കൊന്നൊടുക്കുന്നതിനും ഉപ്പിന് വളരെയധികം ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. നാരങ്ങ നീരും ഉപ്പുമൊക്കെ നന്നായിട്ട് ചൂടായി തിളയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിതിൽ നാരങ്ങയ്ക്ക് പകരമായിട്ട് മറ്റൊരു കാര്യം ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊരു ടിപ്പാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഒരു മരം നമ്മൾ കണ്ടതാണ്, ഇലിമ്പം പുളി എന്ന് പറയുന്ന, നമ്മൾ സാധാരണ മീൻകറിയൊക്കെ വെക്കാനായിട്ട് ഇതിൻ്റെ പുളി ഉപയോഗിക്കും. അച്ചാറിടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വളരെ പ്രയോജനമുള്ള ഒരു പുളിയാണ്. അപ്പോൾ കൂടുതലും ഞാനിവിടെ അച്ചാറിടാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പിടിക്കുന്ന സമയത്ത് ഇത് ധാരാളമായിട്ട് പിടിച്ചിട്ട് കുറച്ചധികം ഇത് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറേ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ക്ലീനറായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇതിൽ അമ്ലത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന മിക്കവാറും എല്ലാ ടോയ്ലറ്റ് ക്ലീനറുകളിലും ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീസണിൽ കുറച്ചധികം നശിച്ചു പോകാറായപ്പോൾ അതിൻ്റെ സത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് പറയാം. ഇതിൻ്റെ കുറച്ച് കായകളെടുത്ത് അതിനോടൊപ്പം നാരങ്ങയുടെ തൊണ്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ ഒരു പിടി ശർക്കര നന്നായിട്ട് ചീവിയത് കൂടി ചേർത്തിട്ട് ഫെർമെൻ്റ് ആക്കാനായിട്ട് വെച്ചു. അങ്ങനെ വെച്ചിട്ടുള്ളതാണിത്. ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ പച്ചക്കറികൾ കഴുകുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത് ഡൈല്യൂട്ടാക്കി വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ നമ്മൾ ടൈൽസിലും ഗ്രാനൈറ്റിലൊക്കെ നേരിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. എപ്പോഴും വെള്ളത്തിൽ ചേർത്തിട്ട് വേണം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 10 മില്ലിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. വിനാഗിരി പോലെയുള്ള വസ്തുക്കൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഡൈല്യൂട്ട് ചെയ്യാതെ നമ്മൾ തറയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ പാടുകൾ വീഴും. അപ്പം പ്രത്യേകിച്ച് മാർബിൾ, ഗ്രാനൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സ്റ്റോണുകളിലാണ് പാട് വീഴുന്നത്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. തുടർച്ചയായിട്ട് നമ്മൾ ഡെയിലി ഇതേ ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ തുടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടൈലാണെങ്കിലും ഏത് തറയോടാണെങ്കിലും മങ്ങിപ്പോകുന്നതിനും സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മൾ നാരങ്ങയ്ക്ക് പകരമായിട്ട് ഇലിമ്പൻ പുളിയുടെ സത്ത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല, നാരങ്ങ തന്നെ ചേർത്തിട്ടുള്ളത് കൊണ്ട് രണ്ടും കൂടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ആ ക്ലീനറിന് നല്ലൊരു മണവും അതുപോലെ തന്നെ ഗുണവും ഒക്കെ കൂട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് കർപ്പൂരമാണ്, പച്ച കർപ്പൂരമാണ്. നമ്മൾ സാധാരണയായിട്ട് പൂജ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ എടുക്കുന്ന കർപ്പൂരം. അപ്പോൾ ഇതിൽ നിന്ന് 4-5 എണ്ണം എടുത്ത് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഗുളിക രൂപത്തിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു പേപ്പറിലോ എല്ലാം വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഭാരമുള്ള വസ്തു കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടും. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ തിളച്ചോട്ടിരിക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് നിർത്താറായിട്ടുണ്ട്. നന്നായിട്ട് ഇലകളൊക്കെ വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അധികമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഇലയിലുള്ള സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ നാരങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള സുഗന്ധം പുറത്തേക്ക് പോകും. ഇപ്പോൾ തന്നെ അതീവ ഹൃദ്യമായിട്ടുള്ള ഒരു നല്ല സുഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്ലോറിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം സമയത്തേക്ക് നല്ല ഒരു സുഗന്ധമായിരിക്കും. അപ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ ആ ഒരു ഗന്ധമാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചെറു ചൂടോട് കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഊണുമേശയിലും ഫർണിച്ചറിലും ഒക്കെ ചെറു ചൂടോട് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു തുണിയിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. അതുപോലെ അണുക്കളൊക്കെ നശിക്കും. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് മതിയായ രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ എടുക്കുന്ന അളവിൽ നിന്നും 4 ഇരട്ടി വെള്ളം വരെ ചേർത്ത് നമുക്കിത് ഡൈലൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തറയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് 3-4 ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം തറ തുടയ്ക്കാം. ഇരട്ടി വെള്ളം ചേർത്ത ശേഷം ഒരു തുണിയിൽ മുക്കി നമുക്ക് ഫർണിച്ചറൊക്കെ തുടയ്ക്കാം, ഊണുമേശ തുടയ്ക്കാം. വളരെയധികം വൃത്തിയും അതുപോലെ അണുക്കളെ നശിപ്പിക്കുന്ന ഒന്നുമാണ്. വീട് വൃത്തിയാക്കാനായിട്ട് മാരകമായിട്ടുള്ള രാസപദാർത്ഥങ്ങളുള്ള വില കൂടിയ ക്ലീനറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷവും വരാറുണ്ട്. അത് അലർജിയുടെ രൂപത്തിൽ, ശ്വാസമുട്ടൽ, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ ഇതാണെന്ന് അറിയാറില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഒരു ലിക്വിഡാണെന്ന് കരുതി അതിനെ വില കുറച്ച് കാണാൻ സാധിക്കില്ല. ഇതിൽ വളരെയധികം ഗുണമുള്ള ആര്യവേപ്പ് തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ വൃത്തിയാക്കുന്നതിനായിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് തറ തുടയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ലിക്വിഡ് എടുത്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കാം. അപ്പം 2 ഇരട്ടി വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് തറ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. 3-4 പേര് മാത്രമുള്ള ഒരു വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓർഗാനിക് ആയിട്ടുള്ള ലിക്വിഡ് മാത്രം മതി. അപ്പം ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് മറ്റൊരു ലിക്വിഡ് ഉപയോഗിക്കുന്നതിൽ എന്തുകൊണ്ടും ലാഭം ഇതാണ്. അതുപോലെ നല്ല രീതിയിൽ വൃത്തിയാക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. തറ തുടയ്ക്കുന്നതിനായിട്ട് മോപ്പ് നന്നായിട്ട് കഴുകി പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് താഴ്ത്തി വെക്കുക. 2-3 മിനിറ്റ് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് താഴ്ത്തി വെച്ചതിന് ശേഷം എടുത്ത് പിഴിഞ്ഞ് നമുക്ക് തറ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നീട് നമ്മൾ തറ നന്നായിട്ട് തുടയ്ക്കുമ്പോൾ തറയിലുള്ള അഴുക്കും മെഴുക്കും അണുക്കളും എല്ലാം ഈ മോപ്പിലേക്ക് പറ്റിപ്പിടിക്കും. പിന്നീട് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡിലേക്ക് ഇത് മുക്കാനായിട്ട് പാടില്ല. മറ്റൊരു പാത്രത്തിൽ ശുദ്ധജലം പിടിച്ച് വെച്ചതിന് ശേഷം അതിൽ നന്നായിട്ട് മോപ്പ് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡിലേക്ക് വീണ്ടും ഇത് ഡിപ്പ് ചെയ്യണം. ഇങ്ങനെ വേണം നമ്മൾ തറ തുടച്ച് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ലിക്വിഡ് ക്ലീനറാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.